ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ്. അഴിമതിയിൽ മുങ്ങിയ കോർപ്പറേഷൻ എന്ന വ്യക്തമാക്കിയാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നത്. $40 കോടിയുടെ പദ്ധതിയിൽ ടെൻഡർ സംബന്ധിച്ച് നേരത്തെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപണം ഉയർത്തിയിരുന്നു. നേരത്തെ LDF പ്രതിഷേധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും കണ്ണൂർ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ പ്രതിഷേധം അക്രമാസക്തമാകുകയാണ്. പോലീസ് വലിയ സുരക്ഷ ഒക്കെ ഒരുക്കിയിരുന്നു. പ്രധാന കവാടത്തിന് മുന്നിൽ ബാരിക്കേഡൊക്കെ തീർത്തിരുന്നു. അവിടെ പോലീസ് ഈ മാർച്ച് തടഞ്ഞെങ്കിലും 10ഓളം പ്രവർത്തകർ ഈ ബാരിക്കേഡ് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, കോടികളുടെ അഴിമതി നടന്നു എന്നാണ് നേരത്തെ CPIMന്റെ ആരോപണം. ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതേ വിഷയം ഏറ്റെടുക്കുകയാണ്. വിശദാംശം. തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷൻ മരക്കാർ കണ്ടിയിൽ സ്ഥാപിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. 140 കോടി രൂപയുടെ പദ്ധതിയിൽ കോടികളുടെ അഴിമതി മേയർ നടത്തി. ടെൻഡർ നടപടികൾ കൃത്യമായി അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പൂർത്തിയാക്കിയത്. നേരത്തെ നിശ്ചയിച്ച കരാറുകാരന് ഈ നിർമ്മാണ പ്രവൃത്തി കരാർ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതി ഉണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ CPIM ഉന്നയിച്ചതാണ്. ഈ വിഷയം ഉയർത്തിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ഇക്കാര്യത്തിൽ നേരത്തെ KK രാഗേഷ് അതിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ട് ആരോപണം ശക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് മേയർ അതിന് ഒരു വിശദീകരണം KK രാഗേഷ് പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ മേയർ നൽകി അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പൂർത്തിയായത്. എന്നാൽ ഇത് അഴിമതിയാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ അതിന്റെ മതിലിന് സമീപത്തുമായി 2 ഇടങ്ങളിൽ കൂട്ടം കൂടി നിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രധാന കവാടത്തിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പ്രകടനം തടഞ്ഞിരുന്നെങ്കിലും പല പ്രവർത്തകരും ബാരിക്കേഡ് മറികടന്ന് തന്നെ ഈ കോർപ്പറേഷൻ ഓഫീസിന് അകത്തേക്ക് കയറി അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ റോഡിലും ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളികളുണ്ട്. കൂടുതൽ പ്രവർത്തകർ കോമ്പൗണ്ടിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ. നേരത്തെ 40 കോടിയിൽ വിഭാവനം ചെയ്ത പദ്ധതി പിന്നീട് 140 കോടിയിലേക്ക് എത്തിയത് അഴിമതിയാണെന്നാണ് CPIMന്റെ ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി എത്തിയത്. നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.